ത്രിയേക ദൈവത്തിന് സ്തുതി. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. കരുതുന്ന ദൈവത്തെ അവതരിപ്പിക്കുന്ന വേദഭാഗങ്ങളിൽ അതിമനോഹരമായ ഒരു വേദഭാഗമാണ് ഇത്. പുഴുവും തുരുമ്പും എടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവേൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. വാക്യം 20-21. നശിക്കാനിരിക്കുന്ന നിക്ഷേപങ്ങളെക്കാൾ ശാശ്വതമായ നിക്ഷേപങ്ങളിൽ ഹൃദയ കണ്ണ് പതിപ്പിക്കാൻ ഇടയാകണമെന്നുള്ള സൂചനയാണ് ഈ വരികൾ തരുന്നത്. ഹൃദയ ചലനത്തിന് ഒരു താളമുണ്ട്. ഹൃദയ താളമനുസരിച്ച് കാണുന്ന കാഴ്ചകളിലേക്ക് ഹൃദയത്തെ ചലിപ്പിക്കേണ്ടതുണ്ട്. ചിലപ്പോഴെങ്കിലും ഹൃദയത്തിന് ഒരു ചലനമില്ലാതെ പോകുന്നതിൻ്റെ കാരണം നിക്ഷേപങ്ങൾ ഹൃദയത്തെ ചലിപ്പിക്കാൻ ആകാത്ത വിധം ചങ്ങലക്കിടുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, പലതിനും അടിമയായി ഹൃദയം കിടന്ന് പിടയ്ക്കുന്നതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഹൃദയ ചലനം നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ നിക്ഷേപങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും ഒന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേദഭാഗം പ്രത്യാശയുടെ വക തരുന്നുണ്ട്. തുരുമ്പ് പിടിക്കാതെയും ഒരു കള്ളനും കടന്ന് കയറി കാർന്നെടുക്കാൻ കഴിയാത്ത സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിക്കാൻ കഴിയും വിധം ഹൃദയവിചാരങ്ങളുടെ താളത്തെ ചലിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. പിന്നെ നിക്ഷേപങ്ങൾ വേണം എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കൊച്ചു ജീവിതം കൊണ്ട് സ്വരുക്കൂട്ടുന്ന നിക്ഷേപങ്ങളെപ്പറ്റി നമുക്ക് തന്നെ നല്ലൊരു ധാരണ ഉണ്ടാകുന്നത് നല്ലതാണ്. ചുരുക്കത്തിൽ, നിക്ഷേപങ്ങൾ ശാശ്വതമായി നിലനിൽക്കുന്നതാകട്ടെ. പിന്നീട് ഒരു നാൾ അതൊന്നും എനിക്ക് വിധിച്ചതായിരുന്നില്ല എന്ന് കണ്ണുനീരോടെ നഷ്ടക്കഥകൾ പറയാതിരിക്കാൻ ഇടയാകട്ടെ. ഓർക്കുക, നാളെയും നിക്ഷേപങ്ങൾ നിലനിൽക്കുക തന്നെ വേണം. നിക്ഷേപങ്ങളെപ്പറ്റി കൃത്യമായ ബോധ്യങ്ങൾ കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളെ അറിയാം. അതായത് സർവ്വതും ദൈവിക വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അവ നിലനിൽക്കുന്ന നിക്ഷേപങ്ങളായി മാറുക തന്നെ ചെയ്യും. ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. വാക്യം 21-22. ജീവന പരിസരങ്ങൾ ഒന്നും മാറാതെ തന്നെ ജീവിതാനുഭവങ്ങൾക്ക് പുത്തൻ വ്യാഖ്യാനം നൽകാൻ സഹായിക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണുകൾ എന്ന് ഒരു വട്ടം കൂടെ ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നുവച്ചാൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാവർക്കും കാണേണ്ടി വരും, അത് ഉറപ്പാണ്. അപ്പോഴൊക്കെ ചിലപ്പോൾ ഭയം തോന്നാം, നിരാശ തോന്നാം, ഒറ്റപ്പെട്ടല്ലോ എന്ന് തോന്നാം. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകൾക്കപ്പുറം മുമ്പ് ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾക്ക് പോംവഴി തന്ന ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു കണ്ണാണ് നമ്മുടേത് എങ്കിൽ, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കണ്ണുകളാണ് എങ്കിൽ അതിൽ പരം ഒരു അനുഗ്രഹം വേറെയില്ല. കൺമുമ്പിൽ ഉള്ള കാഴ്ചകളിലെല്ലാം ദൈവ നടത്തിപ്പുകളെ കാണാൻ സഹായിക്കുന്ന കണ്ണുകളാണ് നമ്മുടേതെങ്കിൽ ആ കണ്ണുകൾ വിസ്മയത്തിൻ്റെ കാഴ്ചകൾ ഒരുക്കും. ഇപ്പോൾ കടങ്ങളുണ്ട്, ശരി തന്നെ, ആ കടങ്ങൾ മാറുന്ന കാലത്തെ കാണാൻ. ഇപ്പോൾ രോഗമുണ്ട്, എന്നാലോ രോഗം ഇല്ലാത്ത നാളെയെ കാണാൻ. തടസ്സങ്ങൾ പലത് ഇപ്പോഴുണ്ട്, കുഴപ്പമില്ല, എല്ലാ തടസ്സങ്ങളും മാറുന്ന ആ കാലത്തെ കാണാൻ. ഇപ്പോൾ ജോലിയില്ല, പക്ഷേ ജോലി ചെയ്യുന്നത് കാണാൻ. ഇപ്പോൾ വീടില്ല, പുത്തൻ വീടിനെയൊക്കെ കാണാൻ സഹായിക്കുന്ന തെളിച്ചവും വെളിച്ചവും ദർശനവുമുള്ള നല്ല രണ്ട് കണ്ണുകൾ ഉള്ളവരുടെ ജീവിതം എപ്പോഴും പ്രകാശിതമായിരിക്കും. കണ്ണിൽ കാണുന്ന കാഴ്ചകൾ മാത്രമാണ് ലോകമെന്ന് ധരിക്കാൻ ഇടയുണ്ട്. അതുമാത്രമല്ല, മറ്റൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ സഹായിക്കുന്ന
ചൊവ്വുള്ള കണ്ണുകൾക്ക് എന്തൊരു സൗന്ദര്യമാണ്. എന്നെ കേൾക്കുന്നവർ, അങ്ങനെയുള്ളവർ എത്രയോ പേർ ഉണ്ട് എന്നറിയാം. എത്രയോ സുന്ദരമായ കാഴ്ചകൾ കണ്ടിട്ടുള്ള കണ്ണായിരിക്കും നമ്മുടേത് എന്നറിയാം. നല്ല പുണ്യമുള്ളതും പ്രകാശമുള്ളതുമായ കണ്ണുകളുമായി നടക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നത് എത്രയോ അനുഗ്രഹമാണ്. ചുവന്ന തെരുവുകളിൽ അലഞ്ഞു നടന്ന കുട്ടികളെയും അവരുടെ അമ്മമാരെയും കണ്ടതിൻ്റെ അടയാളമാണല്ലോ മുംബൈ നവജീവൻ സെന്റർ. പിന്നെ കണ്ണ് കേടുള്ളതാണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഒന്നും പൂർണ്ണമായോ ശരിയായോ കാണാനോ ഗ്രഹിക്കാനോ കഴിയാതെ പകുതി കാഴ്ചയിൽ ജീവിക്കേണ്ടി വരും എന്നതിനെപ്പറ്റി അധികം പറയേണ്ടുന്നതില്ല. എല്ലാവർക്കും നല്ല ചൊവ്വുള്ള കണ്ണുകൾ, ജീവിതത്തിന് പുത്തൻ വ്യാഖ്യാനങ്ങൾ സമ്മാനിക്കുന്ന കണ്ണുകൾ എന്നതൊരു പ്രാർത്ഥനയായി മാറുകയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. വാക്യം 25:34. അപ്രധാനമായവ ഇന്നിൻ്റെ പ്രാധാന്യത്തെ കവർന്നെടുക്കരുത് എന്നും കൂടെ ധ്യാനിച്ച് അവസാനിപ്പിക്കുകയാണ്. പറവകളെയും വയലിലെ താമരയെയും വയലിലെ പുല്ലിനെയും അവതരിപ്പിച്ചുകൊണ്ട് അനാവശ്യമായ ആകുലതകൾക്ക് അർത്ഥമില്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നിന് ഒരുപാട് നന്മയും പ്രാധാന്യതയുമുണ്ട്. ഇന്നിനെ മറന്ന് നാളെയെപ്പറ്റി മാത്രമാണ് വിചാരമെങ്കിൽ ഇന്ന് ഒന്നും ചെയ്യാനാകുകയില്ല. ഇന്നുകൊണ്ട് നമുക്കോ നമ്മുടെ കൂടെ ഉള്ളവർക്കോ ഒരു ഉപകാരവും ഇല്ലാതാനും. എന്നാലോ കർത്താവ് ആഗ്രഹിക്കുന്നത് സർവമഹത്വത്തോടെ വളരണം എന്നുള്ളതാണ്. പറവകൾ ഉയരങ്ങളിലേക്ക് നോക്കി പറക്കുകയാണ് അന്നിൻ്റെ ആഹാരത്തിനായി. ആ താമരകളും പുല്ലും എല്ലാം കഠിനമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പോലും കഴിയാത്ത വിധം തണ്ടിനെയും പൂവിനെയും ഒക്കെ നിറമുള്ളതാക്കുവാൻ ഇടവേള എടുക്കാതെ പ്രയത്നിക്കുന്ന ഒരു കൂട്ടം വേരുകളും ആ ചെടികൾക്കുണ്ടല്ലോ. വേര് എന്ന് പറഞ്ഞാൽ ജീവനാണ്. വേര് നിലച്ചാൽ ജീവൻ നിലച്ചു എന്നതാണ് അർത്ഥം. വേരില്ലാത്തതിനാൽ ഉണങ്ങിപ്പോയി എന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. വേരുകളുടെ കൃത്യമായ അന്വേഷണമാണ് വളർച്ചയുടെ കാരണം. തണ്ടിനും പൂവിനും ആവശ്യമുള്ള ഘടകങ്ങളെ അന്വേഷിച്ച് എത്തിക്കാനുള്ള വേരിൻ്റെ മികവ് മഹത്വത്തിനും സൗന്ദര്യത്തിനും ഇടയാകുന്നു. അങ്ങനെ ഇന്നിനു വേണ്ടിയുള്ള അന്വേഷണങ്ങളും പരിശ്രമങ്ങളും കൃത്യമായും വളർച്ചയിലേക്കും പച്ചപ്പിലേക്കും നല്ല നിറങ്ങളിലേക്കും നമ്മെ നയിക്കും. നമുക്കൊരു കർത്താവുണ്ട്. കർത്താവിന് ഉടുപ്പല്ല പ്രധാനം, ശരീരമാണ്. അങ്ങനെ പ്രധാനമായതിനെ കാര്യമായിട്ടെടുത്ത് നടത്താനും പുലർത്താനും മതിയായ ദൈവത്തിങ്കലേക്ക് സകല കാര്യങ്ങളും സമർപ്പിച്ച് വിശ്വാസത്തോടെ പരിശ്രമിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ എല്ലാ വിചാരപ്പെടലുകളും ആകുലതകളും. ആമേൻ.